ആങ്കർ ലീയും ഹാദിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ നേരം ആയല്ലോ എന്താ ഇറങ്ങി വരാത്തതെന്ന് ആലോചിച്ചിട്ട് ഹാക്കിംഗ് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവിടെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോവുകയാണ്, ചിലപ്പോൾ എന്നെ പ്രപ്പോസ് ചെയ്യായിരിക്കും എന്നാണ് ഹാദിൻ അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നത്. ഹാദിൻ കാട് കയറി ചിന്തിക്കുകയാണെന്ന് ഹാക്കിങ്ങിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആങ്കർ ലീ പോയി കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും റിജക്ട് ചെയ്തു എന്ന് ഹാദിൻ പറയും. അവൾക്ക് ദേഷ്യമാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വളരെ കൈൻഡായിട്ടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കാനായിട്ടേ പറ്റുള്ളൂ, തിരിച്ചെന്തെങ്കിലും ഞാൻ പറയണമായിരുന്നു എന്നൊക്കെയാണ് അവൾ ആലോചിക്കുന്നത്. ഹാദിനും സെയൂണും കൂടി എടുത്ത ഫോട്ടോ ടെയൂൺ ജംഹൂണിന് കൊടുക്കും. ജംഹൂൺ അത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കും. അവിടുന്ന് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതുകൊണ്ടാണ് ഹാദിന്റെ ഫോട്ടോസ് ആരോ രഹസ്യമായിട്ട് എടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹാദിന്റെ ന്യൂസ് ആർട്ടിക്കിൾസിന്റെ താഴെയും ഫോട്ടോസിന്റെ താഴെയും എല്ലാം പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉള്ളൂ. ഹാക്കിംഗ് അതിന്റെ സന്തോഷത്തിലാണ്. ഹാദിനും അത് വിശ്വസിക്കാനായിട്ട് വയ്യ. ഇതുവരെയും അവളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവര് രണ്ടും ശ്രദ്ധിക്കാതെ അതിന്റെ ഇടയ്ക്ക് ഒരു കമന്റ് വന്ന് കിടപ്പുണ്ടായിരുന്നു. വളരെ ക്രീപ്പി ആയിട്ട് ഒരാൾ വായിക്കുമ്പോൾ തോന്നും, പക്ഷെ ഇവരത് ശ്രദ്ധിക്കുന്നില്ല. ഹാദിൻ നീ എന്റേത് മാത്രമായിരിക്കണം, മറ്റൊരാളുടേതാകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നായിരുന്നു ആ കമന്റ്. ഹാദിന്റെ അടുത്ത് ഞാനെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതാണ് നല്ലതെന്ന് തോന്നി. അവളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെങ്കിലും ഹാദിന് ഇത് വിഷമമായിട്ടുണ്ടാവുമെന്ന് ജംഹൂൺ ടെയൂണിന്റെ അടുത്ത് പറയും. കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും എന്നാണ് നേരം ടെയൂൺ തിരിച്ചു പറയുന്നത്. അന്ന് ഹാദിന്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർ ചോദിക്കും, ആദ്യത്തെ സിനിമയാണ്, അതുവരെ ഡ്രാമാസിൽ മാത്രമാണ് അവൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്, ആദ്യത്തെ സിനിമ തന്നെ ഹിറ്റാണ്, എങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണെന്ന് പറയും. സെലിബ്രേറ്റ് ചെയ്യാൻ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആങ്കർ ലീ ആണല്ലോ ഡേറ്റ് ചെയ്യുന്നത്. ഒരു ബോയ് ഫ്രണ്ട് എന്ന നിലയിൽ ആങ്കർ ലീ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് ഇവൾ പറയുന്നത്. പെട്ടെന്ന് ഹാക്കിംഗ് പറയും, രണ്ടുപേരും ബിസി ആയിരുന്നു, അതുകൊണ്ട് മീറ്റ് ചെയ്യാനായിട്ട് അധികം സമയം കിട്ടിയിട്ടില്ല, നമുക്ക് ആ ചോദ്യം വേണ്ട, അത് സ്കിപ്പ് ചെയ്യാം, അടുത്തത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവളെ ഒരു വിധം രക്ഷിക്കും. സാധാരണ ഹാദിൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അവരുടെ ഏജൻസിയുടെ മുമ്പിൽ കാത്തു നിൽക്കാറുള്ളത്. എന്നാൽ അന്നത്തെ ദിവസം അവൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും അവളെ വെയിറ്റ് ചെയ്തിട്ട് അവളെ ആരാധിക്കുന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കിനും ഹാദിന് സന്തോഷമാവും. ഇവരകത്തേക്ക് ചെല്ലുമ്പോൾ മിസ് പാർക്ക് നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ഇവരെ സ്വീകരിക്കുന്നത്. നോക്കുമ്പോൾ അവിടെ നിറച്ചും ഗിഫ്റ്റ്സ് ഒക്കെ വന്നിരിപ്പുണ്ട്. ഇവരുടെ ഫാൻസ് എല്ലാം അയച്ചു കൊടുത്തതാണ്. ഇതൊക്കെ കാണുന്നതന്നെയാണ് മൂന്ന് പേർക്കും ശരിക്കും മൂവി ഹിറ്റാണ്, അവിടെ വന്നു നിന്നതെല്ലാം ഇവളുടെ ഫാൻസ് ആണെന്ന് ഉറപ്പാകുന്നത്. ആങ്കർ ലീയുടെ ചാനലിലേക്കും ആരാധകരെല്ലാം ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള കപ്പിൾ ഐറ്റംസ് ഒക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. എനിക്കിതൊന്നും ആവശ്യമില്ല, നീ ഇതെല്ലാം എടുത്തോളാൻ റിപ്പോർട്ടർ ജോയിയുടെ അടുത്ത് ആങ്കർ ലീ പറയും. അന്നേരം മിസ്റ്റർ കിം വന്നിട്ട് പറയും, അടുത്ത ആഴ്ചത്തെ ഗസ്റ്റ് ഹാദിന്റെ സിനിമയുടെ ഡയറക്ടറാണ്. ഗേൾഫ്രണ്ടിന്റെ സിനിമ എന്ത് വന്നാലും ഹിറ്റ് ആവണം, അതിന് ഫുൾ ടൈം ന്യൂസിൽ നിറഞ്ഞു നിൽക്കണം എന്ന് നീ തീരുമാനിച്ചതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ ഡയറക്ടറിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് നേരത്തെ ജംഹൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്ടറിനെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല, അയാളെ മാറ്റാൻ പറ്റുമോന്ന് ആങ്കർ ലീ ചെന്നിട്ട് മിസ്റ്റോയോട് ചോദിക്കും. പക്ഷെ മിസ്റ്റോയ് സമ്മതിക്കത്തില്ല. ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലേക്കൊക്കെ അയാളുടെ സിനിമ ഇപ്പോൾ തന്നെ സെലക്ട് ആയിട്ടുണ്ട്. എല്ലാ ചാനൽസിൽ നിന്നും അയാളുടെ ഒരു ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. അന്നേരമാണ് നമ്മളുടെ ചാനലിലേക്ക് ഇന്റർവ്യൂ തരാമെന്ന് സമ്മതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം വേണ്ടെന്ന് വെക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് മിസ്റ്റോയ് പറയുന്നുണ്ട്. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അയാള് വരുന്നുണ്ടെ അയാളുടെ മൂവിയെ പ്രൊമോട്ട് ചെയ്യും, സ്വാഭാവികമായും നമുക്ക് ഹാദിനെ പറ്റി സംസാരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ മനഃപൂർവ്വം എന്റെ ഗേൾഫ്രണ്ടിന്റെ മൂവി പ്രൊമോട്ട് ചെയ്യുകയാണെന്നുള്ള രീതിക്ക് ആൾക്കാർ സംസാരിക്കും. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അന്നേരം ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ റേറ്റിംഗ് കൂടത്തേ ഉള്ളൂ. അതെന്തായാലും എനിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ഡയറക്ടറിനെ ഇന്റർവ്യൂ ചെയ്തേ പറ്റുള്ളൂ എന്ന് മിസ്റ്റോയ് ആങ്കർ ലീയുടെ അടുത്ത് പറയും. ഹാദിനും ജംഹൂണും ഇപ്പോഴും ഫേക്ക് റിലേഷൻഷിപ്പിലാണ്. ശരിക്കും അവർ റിലേഷനിലല്ല എന്ന് അറിയുമ്പോഴത്തേക്കിനും മിസ്റ്റോയ് ദേഷ്യപ്പെടും. നീ ഹാദിനെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് നിനക്ക് അറിയാലോ എന്നാണ് ആങ്കർ ലീയുടെ അടുത്ത് മിസ്റ്റോയ് ചോദിക്കുന്നത്. ആദ്യം എന്നോട് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഹാദിന് നല്ലൊരു റെപ്യൂട്ടേഷൻ ഇല്ല എന്നാണല്ലോ പറഞ്ഞതെന്ന് തിരിച്ചു ചോദിക്കും. അത് അന്നേരത്തെ കാര്യമല്ലേ, ഇപ്പൊ സാഹചര്യം മാറിയല്ലോ, മൂവി ഹിറ്റായി, ഹാദിനെ എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടമായി, എല്ലാവരും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഹാദിനെ പറ്റി പറയുന്നുള്ളൂ. പിന്നെ ആൾക്കാര് ഫസ്റ്റ് ലവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഈ മൂവി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഹാദിനെ കാണുന്നതെന്നൊക്കെ മിസ്റ്റോയ് പറയും. എന്നിട്ട് ഞാൻ സിനിമ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു, നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്, അതിലൊരു മോണലോഗ് ഉണ്ട്, ആ മോണലോഗ് ഹാദിൻ ഒറ്റയ്ക്ക് ഇംപ്രവൈസ് ചെയ്ത് പറഞ്ഞതാണെന്ന് ഞാനൊരു ഇന്റർവ്യൂവിൽ വായിച്ചു, നീ കണ്ടിട്ടുണ്ടാവുമല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ടേ. ഞാൻ ഇതുവരെ സിനിമ കണ്ടില്ല എന്ന് ജംഹൂൺ പറയും. അന്നേരം മിസ്റ്റോയ് ദേഷ്യപ്പെടും. അടുത്ത ആഴ്ച ഡയറക്ടറിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അയാളുടെ സിനിമ എങ്ങനെയുണ്ടെന്ന് കണ്ടിരിക്കണ്ടേ, അയാളെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമ പോയി കണ്ടിട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് മിസ്റ്റോയ് അവിടുന്ന് പോകുന്നത്. പ്രൊമോഷന്റെ ഭാഗമായിട്ടും അവളുടെ പോപ്പുലാരിറ്റി കൂടിയതിന്റെ ഭാഗമായിട്ടും ഹാദിനൊരു ഫാൻ സൈനിങ് ഇവന്റ് കണ്ടക്ട് ചെയ്യും. ആദ്യമായിട്ടാണ് അവൾക്ക് അതൊക്കെ ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നത്. ഒരുപാട് ഫാൻസ് അവളെ കാണാനായിട്ട് വരും.
അന്നേരമാണ് റിപ്പോർട്ടർ ജോയും ആങ്കർ ലീയും കൂടി അതുവഴി പാസ് ചെയ്യുന്നത്. റിപ്പോർട്ടർ ജോയാണ് ആങ്കർ ലീയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഹാരിൻ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഫാൻ സൈനിങ് ഇവന്റും ഇവിടെ വെച്ച് തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ കണ്ടല്ലോ, പോയൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയാൽ പോരെയും ചോദിക്കുമ്പോഴത്തേനും ആങ്കർ ലീ സമ്മതിക്കത്തില്ല. എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തു എന്ന് അനിയത്തി അച്ഛന്റെ അമ്മയടുത്തും പറയുന്നത് കേട്ടോണ്ടാണ് ടേയുൺ വീട്ടിലേക്ക് വരുന്നത്. അവനെ കാണുമ്പോഴത്തേനും അനിയത്തി സന്തോഷത്തോടെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. ജംഹൂൺ ഓൾറെഡി ഒരു ഗേൾഫ്രണ്ട് ഒക്കെ ആയല്ലോ, നിനക്കും ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതുവരെ ജംഹൂണിന് ഗേൾഫ്രണ്ട് ഇല്ലാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്തേനെ, എനിക്ക് ചെറുതിലെ മുതൽ ക്രഷുള്ള ആളായിരുന്നു ആങ്കർ ലീ എന്ന് അനിയത്തി പറയുമ്പോഴത്തേനും ഇവൻ ചോദിക്കും, എന്നോട് എന്താ പറയുന്നത്, നന്നായിട്ട് ഫീലിങ്സ് ഹൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേനെ എന്ന് പറയും. അച്ഛൻ ഇത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടും. ഒരു കാരണവശാലും ആങ്കർ ലീയെ ഡേറ്റ് ചെയ്യാൻ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അനിയത്തി അടുത്ത് പറയുമ്പോൾ എന്തുകൊണ്ടാണ്, കണ്ടീഷൻ കാരണമാണോ, ഇപ്പോൾ ഒരുപാട് ഭേദമായിട്ടുണ്ടല്ലോ എന്ന് അനിയത്തി തിരിച്ചു ചോദിക്കും. അവന് പ്രശ്നമൊന്നുമില്ല, അവൻ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ടേയുൺ പറയുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെടും. പിന്നെ അവൻ പുറത്തുനിന്ന് കാണുമ്പോൾ നോർമലാണെന്ന് തോന്നുമെങ്കിലും ആളൊരു ടൈം ബോംബാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. നീ അവന്റെ ഫ്രണ്ട് അല്ല, അവന്റെ ഡോക്ടറാണ്, അവൻ നിന്റെ പേഷ്യന്റ് ആണ്, പിന്നെ നീ എന്തിനാണ് ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് വഴക്ക് പറയുന്നത്. ഒന്നുകിൽ നീ അവന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കുക, അവന്റെ ഡോക്ടർ ആവരുത്, അവനെ ട്രീറ്റ് ചെയ്യരുത്, അതല്ലാന്നുണ്ടെങ്കിൽ അവനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആവുക, അവന്റെ ഫ്രണ്ട് ആകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് തണുത്തു പോകും എന്ന് പറഞ്ഞിട്ട് അമ്മ ഇടയ്ക്ക് കയറി പറയും. അങ്ങനെയാണ് അത് കൂടുതൽ വഴക്കിലേക്ക് പോകാതിരിക്കുന്നത്. ശരി, അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു, ഞാൻ അയാളെ ഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല, പ്രശ്നം തീർന്നല്ലോ എന്ന് അനിയത്തിയും ചോദിക്കും. ടേയുൺ ജംഹൂണിന്റെ വീട്ടിൽ വന്നിട്ട് അവനെ ഫോൺ ചെയ്യും. ഞാനിവിടെ ഉണ്ട്, ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എവിടെയാ, പെട്ടെന്ന് തിരിച്ചു വരാനാണ് പറയുന്നത്. എനിക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ തിയേറ്ററിലാണ്, ഞാൻ സിനിമ കാണാനായിട്ട് വന്നതാണെന്ന് പറയും. അപ്പൊ ഹാജിന്റെ സിനിമയാണെന്ന് ടേയുണിന് മനസ്സിലാവും. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ എന്ന് അവൻ ചോദിക്കും. അത് കുഴപ്പമില്ല, ഈ സിനിമ കാണാൻ നമ്മൾ രണ്ടും കൂടെ വന്നാൽ അത് ശരിയാകത്തില്ല, ആൾക്കാർ എന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നതെന്നൊക്കെ ജംഹൂൺ പറയും. നിനക്കറിയായിരുന്നോ ജിയോണിന് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് ടേയുൺ പറയും. അപ്പൊ ഇവന്റെ അനിയത്തിന്റെ പേരാണ് ജിയോൺ. അപ്പൊ ജംഹൂൺ ചോദിക്കുന്നത് നീ വീട്ടിൽ പോയായിരുന്നോ എന്നാണ്. കൺസേണോടുകൂടിയാണ് ചോദിക്കുന്നത്. പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഫസർ പണ്ടത്തെ പോലെ തന്നെയാണോ എന്ന് ജംഹൂൺ വീണ്ടും ചോദിക്കും. പണ്ടത്തെ പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല, ഇപ്പോഴും എന്നെ അംഗീകരിച്ചിട്ടില്ല, ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിക്ക് ടേയുൺ പറയുന്നുണ്ട്. ഞാൻ മൂവി ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്നാണ് ജംഹൂൺ അന്നേരം ചോദിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ മൂവി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ടേയുൺ കോൾ കട്ട് ചെയ്യും. സന്തോഷിക്കാൻ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടായിരിക്കും ആങ്കർ ലീ അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാജിൻ. അതിന് ഹാക്കിങ് അവളെ വഴക്ക് പറയും. ഒരുപക്ഷെ എന്റെ സിനിമ കണ്ടിട്ടുണ്ടാവുമോ എന്നിങ്ങനെ പ്രതീക്ഷയോടെ ഹാജിൻ ചോദിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്ന് ഹാക്കിങ് തിരിച്ചു ചോദിക്കും. അല്ല, എന്നെ ഇതുവരെ ഇഷ്ടമില്ലാതിരുന്ന എല്ലാവർക്കും എന്റെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ഇഷ്ടം വന്നു, ഒരുപക്ഷെ ആങ്കർ ലീക്കും അങ്ങനെങ്ങാനും മനസ്സ് മാറിയാലോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഹോപ്പൊന്നും വേണ്ട, അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ ഇത്രയും പ്രാവശ്യം നിന്നെ റിജക്ട് ചെയ്യത്തില്ലായിരുന്നു എന്ന് ഹാക്കിങ് പറയും. സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ ജംഹൂണിന്റെ ബാക്കിൽ വന്നിരിക്കുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന 3 കുട്ടികളാണ്. അതിലൊരു കുട്ടി സംശയത്തോടെ ഫ്രണ്ടിലേക്ക് നോക്കുന്നുണ്ട്. അവർക്ക് സീറ്റ് തെറ്റിയിട്ട് ആദ്യം ജംഹൂണിന്റെ അടുത്താണ് വന്നിരിക്കാനായിട്ട് പോകുന്നത്, പിന്നീടാണ് ഇവർ ബാക്കിലേക്ക് പോകുന്നത്. സിനിമ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഹാജിൻ എത്ര ഭംഗിയാണല്ലേ കാണാൻ, എത്ര നന്നായിട്ടാണ് അഭിനയിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. എനിക്ക് പക്ഷേ ജംഹൂണിനെ ഇഷ്ടമല്ല, ആൾ ചീസിയാണെന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട്. ഇതെല്ലാം ഇവൻ ഫ്രണ്ടിൽ നിന്ന് കേൾക്കുവാണ്. സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഹാജിന്റെ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ ജംഹൂണിന്റെ മനസ്സിലേക്ക് വരുന്നത് എത്ര പിറ്റിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഹാജിൻ ലീഡ് ചെയ്യുന്നത്. പ്രഷ്യസ് ആയിട്ടുള്ള മെമ്മറീസ് ഒന്നും അവൾക്ക് ഓർമ്മയില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഓർമ്മകളൊക്കെ മായ്ച്ചു കളയേണ്ടി വന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ ഒന്നും മറക്കാൻ പറ്റാത്ത ഒരാൾ. ഞങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പിറ്റിഫുൾ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ കഴിയുന്നുണ്ട്. പെൺകുട്ടികളുടെ റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാള് ബാക്കി രണ്ടുപേരടുത്തും പറയും നമ്മളുടെ ഫ്രണ്ടിൽ ജംഹൂൺ ഇരിപ്പുണ്ടായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ജംഹൂണിനെ കാണണം. അതിനർത്ഥം ഗേൾഫ്രണ്ടിന്റെ മൂവി കാണാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് വന്നു എന്നല്ലേ. അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണല്ലോ ആരും കാണാതെ രാത്രിയിൽ ഇങ്ങനെ സിനിമ കാണാനായിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകാനായിട്ട് തുടങ്ങുമ്പോൾ വേണ്ട, നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ മതി എന്ന് ആ കുട്ടി പറയും. കാരണം എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ എന്ന് ആ കുട്ടിക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ അവൻ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആരും കാണത്തില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അന്നേരത്തേക്ക് ഇവർ രണ്ട് സൈഡിൽ നിന്നും വന്നിട്ട് ഇവന്റെ രണ്ട് സൈഡിൽ നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കും. ഇവനിത് പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോ ഒക്കെ കിട്ടും. ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നതിന്റെ കൂട്ടത്തിൽ പറയും, ഇയാളെ ഞാൻ ചീസിന്ന് വിളിച്ചതിന് ക്ഷമിക്കണം, നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാണ്, ഒരുപാട് കാലം നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഓടിപ്പോകുന്നത്.